ഇപ്പോൾ നൂഡിൽസ് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ആയിരിക്കണം, അല്ലാതെ വീട്ടിലെ ഒരു എല്ലാ ദിവസവും ഉള്ള ഒരു ഫാമിലി മെമ്പർ ആക്കി മാറ്റരുത്. 2 മിനിറ്റേ എടുക്കുള്ളൂ ഇത് കുക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ ഇത് ദഹിക്കില്ല. 2 മണിക്കൂർ എടുത്താൽ പോലും ഇത് ദഹിക്കില്ല. ശരിക്കും മണിക്കൂറിലെടുക്കും ഇത് ദഹിക്കാൻ. അപ്പോൾ പോഷക മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണേൽ പറയാം. ഇപ്പോൾ എല്ലാവർക്കും തിരക്കാണല്ലേ, ഓട്ടത്തിലാണ്. ജീവിതത്തിൽ തിരക്ക് കാരണം മിക്ക ആളുകളും എളുപ്പത്തിൽ കിട്ടുന്ന ആഹാരങ്ങളാണ് കഴിക്കുന്നത്. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും പെട്ടെന്ന് ഫുഡ് തയ്യാറാക്കി കൊടുക്കണം. അതുപോലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് യുവാക്കൾ ചെയ്യുന്ന ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് എന്താണ്, നൂഡിൽസ് കഴിക്കുക എന്നുള്ളത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടവും അതുപോലെ തന്നെ വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും. 2 മിനിറ്റ്സ് എന്നാണ് അവർ തന്നെ പറയുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ടത് 2 മണിക്കൂർ എടുത്താൽ പോലും നമ്മുടെ വയറിലത് ദഹിക്കില്ല. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പറയുന്നത് നൂഡിൽസിനെ കുറിച്ച്. ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു ആഹാരം തന്നെയാണ്. പക്ഷേ എത്രമാത്രം കഴിക്കാം, എത്രമാത്രമാണ് അത് സുരക്ഷിതം, ഈ കാര്യമാണ് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു കൾച്ചറായി മാറിയിരിക്കുകയാണ് എല്ലാ ദിവസവും നൂഡിൽസ് കഴിക്കുക എന്നുള്ളത്. ഇപ്പം നൂഡിൽസിൻ്റെ കഥ ഞങ്ങൾക്ക് അറിയൂ. നൂഡിൽസ് ശരിക്കും ചൈനയിലാണ് ഇത് ആരംഭിച്ചത്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ അരിയും ഗോതമ്പും ഉപയോഗിച്ചിട്ടാണ് അവരത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആദ്യം. ഇപ്പം ഇന്നത്തെ ഒരു ഇൻസ്റ്റന്റ് നൂഡിൽസ് വന്നത് 1958 ജപ്പാനിലൊരു മൊമോകോഫു ആൻഡോ എന്നുള്ളൊരു വ്യക്തിയാണ് ഇത് കണ്ടുപിടിച്ചത്. ഇപ്പോൾ അത് ലോകമെമ്പാടും ദിവസവും കോടിക്കണക്കിന് ആളുകളാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ധാരാളം കെമിക്കൽസും പല കളറിങ്ങും സാധനവും ആഡ് ചെയ്യുന്നുണ്ട്. നൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മൈദ തന്നെയാണ്. ഓക്കെ, ചിലപ്പോൾ മൾട്ടിഗ്രെയിൻ പൊടി കൊണ്ടും ഉണ്ടാക്കും. അത് കുറച്ചും കൂടെ ആരോഗ്യകരം എന്ന് പറയാം. പിന്നെ ഭക്ഷ്യ എണ്ണ പലപ്പോഴും പാം ഓയിൽ തന്നെയാണ്. അത് വളരെയധികം അൺഹെൽത്തിയാണ്. പിന്നെ ഇതിനകത്ത് സ്റ്റെബിലൈസർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ അപകടകരമായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് മോശം എന്ന് പറയുന്നത്. അതുകൂടാതെ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറഞ്ഞ സാധനങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോഷക മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പോഷക മൂല്യങ്ങളൊന്നുമില്ല. ഒരു 100 ഗ്രാം നൂഡിൽസ് കഴിച്ചാൽ 400 കാലറിയാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. പ്രോട്ടീൻ 8 മുതൽ 10 ഗ്രാമാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. കൊഴുപ്പ് ഒരു 19 ഗ്രാമോളം ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് ഒരു 68 ഗ്രാമോളം ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇല്ലാത്തത് എന്താണ്? വൈറ്റമിൻസ് ഇല്ല, അതുപോലെ മിനറൽസ് ഇല്ല, അതുപോലെ ഫൈബർ ഇല്ല. അതാണ് നമ്മൾക്ക് ഇത് മോശമാണെന്ന് പറയാം. അപ്പം അതുകൊണ്ട് വിശപ്പൊക്കെ മാറും, പക്ഷെ ശരീരത്തിന് ഗുണമുള്ള അല്ലെങ്കിൽ പോഷക മൂല്യമുള്ള ഒരു സാധനവും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടില്ല. ഇപ്പൊ നൂഡിൽസ് എങ്ങനെയാണ് ദോഷകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ്. രുചി കൂട്ടാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. FDA ഇത് സേഫ് ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പഠനങ്ങളിൽ കാണിക്കുന്നത് കുറച്ച് ആളുകളിൽ തലവേദന, ചിലപ്പോൾ തലചുറ്റലൊക്കെ ഉണ്ടാകാറുണ്ട്. ഉപ്പ് ധാരാളം ആഡ് ചെയ്യുന്നുണ്ട്. WHO പറയുന്നത് 2000 മില്ലിഗ്രാം സോഡിയം മാത്രമേ ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ഒരു പാക്കറ്റിൽ ഏകദേശം 800 മില്ലിഗ്രാം സോഡിയം ഉണ്ട്. അതുപോലെ അമിതമായ ഈ ഉപ്പ് സ്ഥിരമായി കഴിച്ചാൽ നമുക്ക് ബ്ലഡ് പ്രഷർ വരാനും ഹൃദ്രോഗം വരാനും സാധ്യതയുണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് മൈദയാണ്. മിക്കതും റിഫൈൻഡ് ഫ്ലോർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഫൈബർ ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? നമുക്ക് ബ്ലഡ് ഷുഗർ വളരെയധികം ഉയരുകയും അമിതവണ്ണം ഉണ്ടാകുകയും പ്രമേഹത്തിലോട്ട് പോവുകയും അതുപോലെ മെറ്റബോളിക് സിൻഡ്രോം എന്നുള്ള അസുഖത്തിലോട്ടും പോകും. പിന്നെ ട്രാൻസ് ഫാറ്റും പാം ഓയിലും ഇതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് LDL കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ഹാർട്ടിൻ്റെ അകത്ത് ബ്ലോക്ക് ഉണ്ടാകുകയും ചെയ്യും. ഇപ്പം ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങളും സ്ഥിരമായിട്ട് കഴിക്കുന്നതിൽ ഉണ്ടാകാറുണ്ട്. പ്രിസർവേറ്റീവ്സ് TBHQ, BHA എന്നൊക്കെ പറഞ്ഞുള്ള ഈ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ലിവറിലുണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടാവും. അപ്പം സ്ഥിരമായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പല തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 മിനിറ്റേ ഉണ്ടാക്കാനായിട്ട് എടുക്കുകയുള്ളൂ. പക്ഷേ 2 മണിക്കൂർ ആകത്തായാലും ഇത് നമ്മുടെ ശരീരത്തിൽ ദഹിക്കില്ല. അപ്പം ശരീരത്തിലെ ഡയറക്റ്റ് ദോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനം വളരെയധികം വൈകും, ബ്ലോട്ടിംഗ് ഉണ്ടാവും, സ്ഥിരമായിട്ട് കഴിച്ച അസിഡിറ്റി ഉണ്ടാവും, അതുപോലെ ഗ്യാസ് നല്ലോണം ഉണ്ടാവും, വയറിൻ്റെ ഈ മ്യൂക്കോസ് ചെറുതായിട്ട് പ്രോബ്ലം ഉണ്ടാവും, ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് പോകും. കാരണം ഇത് മൊത്തം നമ്മുടെ ശരീരത്തിലോട്ട് ഒരു ഷുഗറായിട്ട് തന്നെയാണ് മാറുന്നത്, കാർബോഹൈഡ്രേറ്റ് മാത്രമാണ്. ഓക്കെ, പെൺകുട്ടികളിൽ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും, PCOD പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നത് ഒഴിവാക്കുക തന്നെയാണ്. അപ്പോൾ പല കുട്ടികളും അവർക്ക് ഇഷ്ടമായതുകൊണ്ട് അവരിത് കഴിക്കാനായിട്ട് പറയും. ആ ഒരു മസാല ഉള്ള വെള്ളം പോലും അവരെടുത്ത് കുടിക്കാറുണ്ട്. ഇപ്പം നൂഡിൽസ് സ്ഥിരമായിട്ട് കഴിക്കുന്നവരിൽ, പ്രത്യേകിച്ചും സ്ത്രീകളിൽ, ഈ മെറ്റബോളിക് സിൻഡ്രോം ധാരാളം കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ടിഫിൻ പാക്കിലോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന ആഹാരത്തിലോ ഒരു കാരണവശാലും ഇത് സ്ഥിരമായി കൊടുക്കരുത്. കാരണം കുട്ടികളുടെ പഠനത്തിനെ വരെ അഫക്റ്റ് ചെയ്യാം. ദഹനം വളരെയധികം സ്ലോയും വയറിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. 2015 ഉണ്ടാകുന്ന വാർത്ത നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മാഗി ഇന്ത്യയിൽ കുറച്ച് നാൾ ബാൻ ചെയ്തു. കാരണം എന്താണെന്ന്, അതിൻ്റെ അകത്ത് ലെഡിൻ്റെ കണ്ടന്റ് വളരെയധികം കൂടുതലാണ്. ലെഡ് നമ്മുടെ ശരീരത്തിലോട്ട് സ്ഥിരമായിട്ട് എത്തിയാൽ കുട്ടികൾക്ക് വളർച്ച കുറവുണ്ടാവും, ബുദ്ധിമാന്ദ്യം ഉണ്ടാവും, അതുപോലെ ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടാവും, കിഡ്നി വരെ തകരാറുണ്ടാവും. അത് വളരെയധികം കൂടുതൽ കണ്ടതുകൊണ്ടാണ് നമ്മുടെ ഈ മാഗി അന്ന് കുറച്ച് നാൾ ബാൻ ചെയ്തത്. പിന്നെ അതിനുശേഷം ആ ലെഡിൻ്റെ അളവ് കുറച്ചിട്ട് അവർ വീണ്ടും ഇറക്കി. ഇപ്പോൾ അത് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. ഈ കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് വാശി പിടിച്ചാൽ എന്ത് ചെയ്യാമെന്ന് രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ വിശപ്പിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നൂഡിൽസ് കൊടുത്താൽ വിശപ്പ് മാറും എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ ന്യൂട്രിയൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്തിട്ട് വേണം
കൊടുക്കാൻ. കാരണം കുട്ടികളുടെ എല്ലാണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും മസിൽ ആണെങ്കിലും എല്ലാം പോഷകം ആവശ്യമാണ്. വിശപ്പ് മാത്രം അവിടെ മാറിയാൽ പോരാ. അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരികയും ചെയ്യരുത് ഭാവിയിൽ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മിതമായി കഴിക്കുക, വളരെ കുറച്ച് കഴിക്കുക, ആഴ്ചയിൽ ഒരിക്കലാണ് മാക്സിമം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? പച്ചക്കറികൾ ആഡ് ചെയ്യുക. ഓക്കെ, പച്ചക്കറികൾ ആഡ് ചെയ്യുക, മുട്ട ആഡ് ചെയ്യുക, വളരെ നല്ലതാണ്. പറ്റുമെങ്കിൽ നമ്മൾ വാങ്ങിക്കേണ്ടത് ഹോൾ വീറ്റ്, അതായത് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ നൂഡിൽസോ അല്ലെങ്കിൽ നമ്മൾ മൾട്ടിഗ്രെയിൻ ആയിട്ടുള്ള നൂഡിൽസും പറ്റുമെങ്കിൽ വാങ്ങിക്കുക. കുട്ടികൾ വിശക്കുമ്പോൾ ഉപ്പുമാവ് കൊടുക്കുക, വെജിറ്റബിൾ പോഹ, ഇഡ്ഡലി, ദോശ പോലുള്ള സാധനങ്ങൾ കൊടുക്കുക. മില്ലറ്റ് നൂഡിൽസ് നല്ലതാണ്. ഇതൊക്കെയാണ് വേറെ ഓപ്ഷൻ. ഇപ്പോൾ വിശന്ന് വന്ന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിക്കൊണ്ട് ഏത്തയ്ക്ക പുഴുങ്ങിയതോ മുട്ട പുഴുങ്ങിയതൊക്കെയായിരുന്നു കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ കുറച്ച് സാധനങ്ങൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഒരു തിരക്കിൽ നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എളുപ്പം കിട്ടുന്ന ഇത്തരത്തിലുള്ള ഭക്ഷണം കൊടുത്ത് കുട്ടികൾക്ക് നമ്മൾ വിഷം കൊടുക്കുകയാണ്. സ്ഥിരമായിട്ട് നൂഡിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ കുട്ടികൾക്ക് കൊടുക്കാം. കാരണം അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നൂഡിൽസ് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ആയിരിക്കണം, അല്ലാതെ വീട്ടിലെ ഒരു എല്ലാ ദിവസവും ഉള്ള ഒരു ഫാമിലി മെമ്പർ ആക്കി മാറ്റരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് 2 മിനിറ്റേ എടുക്കുകയുള്ളൂ ഇത് കുക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ ഇത് ദഹിക്കില്ല. 2 മണിക്കൂർ എടുത്താൽ പോലും ഇത് ദഹിക്കില്ല. ശരിക്കും മണിക്കൂറിലെടുക്കും ഇത് ദഹിക്കാനായിട്ട്. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളുടെ കുട്ടികളെ കാണിച്ചു കൊടുക്കുക. എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ അത്രമാത്രം ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.